വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ പാൽവാഴക്കയാണ്. മലബാർ ഭാഗങ്ങളിൽ നോമ്പ് സൽക്കാരങ്ങളിൽ പ്രധാന ഐറ്റമായ ഈ പാൽവാഴയ്ക്ക വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചവ്വരിയാണ്. ഇതൊരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം ഞാനിത് ഇവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. സാഗോ സീഡ്സ് എന്നും സാബൂനരി എന്നും പല ഭാഗങ്ങളിൽ ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഇത് ഒരു അരമണിക്കൂർ സമയം ഇവിടെ കുതിർക്കാനായി മാറ്റി വെക്കുകയാണ്. പിന്നീട് 2 നേന്ത്രപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 4ആയി കീറിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇതിൽ നിന്നും ഒരു പകുതി പഴം ഞാനിവിടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൽവാഴക്കയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് റേസിൻസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഇതേ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് നെയ്യിൽ വഴറ്റിയതിന് ശേഷം പാൽവാഴക്കയിൽ ചേർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് ഒരു കറയ്ക്കൽ ഫീൽ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പാൽ തിളപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 250 ml 2 കപ്പ് അളവിലാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് തിളയ്ക്കാൻ വേണ്ടി ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അടുത്ത അടുപ്പിൽ ഞാൻ സാഗോ സീഡ്സ് കുക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. പാത്രത്തിനകത്തേക്ക് ചവ്വരി കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പാത്രത്തിനടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ചെറുങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഒരു 5 മിനിറ്റ് സമയം ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി കുക്കാവേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മളിത് കുതിർത്തതിന് കൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. ഒരു 10-12 മിനിറ്റ് സമയം മാത്രമേ ഇതിന് കുക്കിംഗ് ടൈമായിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ നമ്മളിത് കുക്കായി എന്ന് മനസ്സിലാവുന്നത് ഇതിന് മുകളിൽ വൈറ്റ് സ്പോട്ട്സ് ഒന്നും കാണുകയില്ല, ഇത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഴം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 3 മിനിറ്റ് സമയം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ചവ്വരിയും ബനാനയും എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയെല്ലാം ഇപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ച പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പാൽവാഴയ്ക്ക ഉണ്ടാക്കുമ്പോൾ പാൽ പിരിഞ്ഞു പോകില്ല. ചിലരെല്ലാം പറയുന്നൊരു കാര്യമാണ് പാൽവാഴയ്ക്ക ഉണ്ടാകുമ്പോൾ പാൽ പിരിഞ്ഞു പോകുന്നു എന്ന്. അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ പാൽ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് തണിയുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും. പിന്നീട് ഇതിനകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബനാനയും അതുപോലെ റേസിൻസും എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തണിഞ്ഞതിന് ശേഷം ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നോമ്പിന് നിങ്ങൾ എന്തായാലും ഈ പാൽവാഴയ്ക്ക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.